ഇതാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. അതെ, ഇത് എക്സ്റ്റീരിയർ മാത്രമാണോ ഇന്റീരിയലും കൂടെ ചെയ്യാനുണ്ടോ? രണ്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഏതാ അത്യാവശ്യം വേണ്ടത്, എക്സ്റ്റീരിയലാണോ ഇന്റീരിയലാണോ? ഞാൻ രണ്ടും എടുത്തോളൂ. എങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇന്റീരിയറിലേക്ക് കിടക്കാം. ഇന്റീരിയൽ ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ? Yes. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ പ്ലാൻ ഒന്ന് നോക്കാം. നേരെ ലിവിങ്, സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിങ് ആണ്. ലിവിങ്ങിന്റെ Sit ഇവിടെ out. ഇത് ഒരു സിറ്റ് ഔട്ട്, മിനിറ്റ്. ഇവിടുന്ന് Sit out. ലിവിങ്, ഡൈനിങ്, വാഷ് ഏരിയ, ഇവിടെ ഒരു ബെഡ്റൂം, ടോയ്ലറ്റ്, ഇവിടെ ഒരു ബെഡ്റൂം, ടോയ്ലറ്റ്, കിച്ചൺ, വർക്ക് ഏരിയ. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ വരുന്നത്. അടുത്തത് ഫസ്റ്റ് ഫ്ലോറിന്റെ ആണെങ്കിൽ അപ്പർ ലിവിങ്, ബെഡ്റൂം, ടോയ്ലറ്റ്, ഇവിടുത്തെ ബെഡ്റൂം, ടോയ്ലറ്റ്, പിന്നെ അവിടെ ഒരു ബെഡ്റൂം, ടോയ്ലറ്റ്. ഇത് ബാൽക്കണി വ്യൂ വരും. ഈ പ്ലാനിൽ ഒരു എന്താണ്, പറഞ്ഞു. പ്ലാനിലൊരു ചേഞ്ചസ് ഇല്ലല്ലോ? ഇത് കറക്റ്റ് പ്ലാൻ അല്ലേ? ഉണ്ട്. ഓക്കെ വേറെ കറക്ഷൻസ് ഉണ്ട് ഇതില്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് കിടക്കാം. സിറ്റ് ഔട്ട് ഇല്ലേ? ആ, സിറ്റ് ഔട്ട് കറക്റ്റ് ഡയറക്റ്റാ വരുന്നത്. ആ ഡയറക്റ്റ് ആ എൻഡിൽ ആ കോർണറിലാണ് വരുന്നത്. ലെങ്ത്തിൽ. സിറ്റ് ഔട്ട് ലെങ്ത്തിൽ വേണം. ആ, അല്ല, ഓക്കെ അങ്ങനെയാണ് തറ ഉള്ളത്. ഫൗണ്ടേഷൻ ഇട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തോ? മറ്റേ കല്ലിടൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? തറ ഇട്ട് കഴിഞ്ഞു. ഓക്കെ, അതിന്റെ ഒരു ഫോട്ടോ കൂടെ ഒന്ന് അയക്കണേ. അത് കറക്റ്റ് ലെങ്ത്തിൽ വരട്ടെ. ശരിക്കും ഓക്കെ, നിങ്ങള് മറ്റേ മൗസ് ഒന്ന് കണക്ട് ചെയ്ത് അത് നേരെ വരട്ടെ. ആ സ്റ്റെപ്പ് അവിടെ നിന്ന് ഒഴിവാക്കും. സ്റ്റെപ്പ് ഇവിടെ നിന്ന് ഒഴിവാക്കും, നേരെ വരും. ഈ താഴെ ഭാഗത്ത്, ലേശം താഴെ ഭാഗത്ത്. ആ, ആ, ഇവിടെ നേരെ പോയിട്ട് ആ കോർണർക്ക് മുട്ടുന്നുണ്ട്. ഈ സിറ്റ് ഔട്ട്. അതായത് ആ സിറ്റ് ഔട്ട്, അതായത് ലെങ്ത് ആണ് മറ്റേത് വരുന്നത്. അവിടുന്ന് നേരെ താഴെ കിട്ടട്ടെ. അവിടെ നേരെ താഴെട്ട് എന്നിട്ട് ആ ലൈനിൽ കറക്റ്റ്. ഓക്കെ, ഇപ്പോഴത്തെ ആ മോഡല് ഇപ്പൊ ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ഫോട്ടോ കൂടെ അയച്ചു തന്നെ, തറ ചെയ്തിരിക്കുന്നതിന്റെ. ഓക്കെ, ഇതിൽ വയ്ക്കണോ? ആ, ഈ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി. ഓക്കെ. അടുത്ത് നമുക്ക് ഇതിലേക്ക് നോക്കാം. ഈ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണോ വരുന്നത്? ഓപ്പൺ കിച്ചണോ? ഓക്കെ, ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ. ടി വി യൂണിറ്റ് എവിടെയാ? അതിലെവിടെയാണ് ബെറ്റർ വരുന്നത്? ബെറ്റർ നമുക്ക് ടി വി യൂണിറ്റ് സിറ്റ് ഔട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുമ്പോഴേക്കും ഈ ഒരു പൊസിഷൻ ആയിരിക്കും കുറച്ചും കൂടെ സൂട്ട് ആവുക. പക്ഷെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് ഫർണിച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴേക്കും ഏത് പൊസിഷനാണോ ഒരു നല്ലൊരു വ്യൂ ആവുന്നത് ആ പൊസിഷനിൽ നമുക്ക് ടി വി യൂണിറ്റ് ആഡ് ചെയ്യാം. ഇപ്പൊ പ്ലാൻ നോക്കി നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് സ്ട്രക്ചർ ആഡ് ചെയ്ത് സ്ട്രക്ചറിൽ വെച്ചാണ് നമുക്ക് പറയാൻ പറ്റുക ഏത് പൊസിഷനിലായിരിക്കും ടി വി യൂണിറ്റ് കുറച്ചും കൂടെ വ്യൂ ആവുക എന്നത്. അത് നോക്കി നമുക്ക് ടി വി എന്റെ യൂണിറ്റ് ആഡ് ഇതില് ചെയ്യാം. ആ, പറഞ്ഞോളൂ. ആ ടി വി ഇട്ട് വരുന്നത് ആ, ഇവിടുന്ന് മറ്റേ വിൻഡോ ഒഴിവാക്കേണ്ടി വരും. വിൻഡോ വെച്ചിട്ട് വിൻഡോന്റെ ബാക്കില് ടി വി ഇട്ട് വെക്കേണ്ടി വരും. ഈ ഡോറ് സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്നുണ്ടല്ലോ. ഒന്ന് വോയിസ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ചെത്തി പറയണേ, അധികം കേൾക്കുന്നില്ല. സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങോട്ട് റൂമിലേക്ക് കയറണ്ടല്ലോ, ആ ലിവിങ്ങിലേക്ക് കയറണ്ടല്ലോ. ആ അവിടെ ഒരു വിൻഡോ ഉണ്ടോ? ആ, വിൻഡോ ഉണ്ടോ? ആ ആ, അവിടെ വെക്കേണ്ടി വരും ചിലപ്പം വിചാരിക്കും. ഇങ്ങനെ ആ, അപ്പൊ നേരെ കേറി വരുമ്പോഴേക്കും ഇവിടെ ടി വി യൂണിറ്റ് ആവില്ലേ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. സ്ട്രക്ചർ ആഡ് ചെയ്യും. ഫസ്റ്റ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് അത് ലിവിങ്ങിന്റെ ആ പൊസിഷൻ നോക്കി നമുക്ക് ടി വി യൂണിറ്റ് സൂട്ടബിൾ ആയിട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സെറ്റ്. ഓക്കെ. ഇവിടെ ഒന്ന് വെക്കാം. എന്നിട്ട് അത് സ്പേസ് എന്തെങ്കിലും ഒരു ഭംഗിക്കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഓക്കെ, നേരെ ലിവിങ്ങിലേക്ക് വന്നു. ഡൈനിങ്, ഇത് ഓപ്പൺ കിച്ചൺ ആണ്. കിച്ചൺ വരുന്നത്, പിന്നെ വർക്ക് ഏരിയ, ബെഡ്റൂം, ടോയ്ലറ്റ്. സ്റ്റെയർ കേസ് ഇപ്പൊ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നോർമൽ ആണോ അതോ ഇപ്പോഴത്തെ ട്രെൻഡ് പാമ്പിന്റെ ഒക്കെ മോഡൽ ഉണ്ട് അങ്ങനത്തെയാണോ ഉദ്ദേശിക്കുന്നത്? ഫ്രണ്ട് മറ്റൊരു കട്ടിങ്, ഒരു ബീം കൊടുത്തിട്ട്, താഴെ ഒരു ബീം കൊടുത്തിട്ട് മറ്റേ സ്റ്റെപ്പ് മാത്രം വരുന്നില്ലേ? ആ, ആ ഒരു മോഡലാണോ? എങ്ങനെയാണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ സൂട്ടബിളോ? സൂട്ടബിൾ നമുക്ക് കുറച്ച് മോഡലുകൾ ഉണ്ട്, ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം.
ഓക്കെ ഓക്കെ. പക്ഷെ അത് വെക്കുമ്പോഴേക്കും അതിന്റെ ബഡ്ജറ്റും കുറച്ചും കൂടെ ഹൈ ആവും. അപ്പൊ അത് ബഡ്ജറ്റ് അനുസരിച്ച് വേണം നമുക്കവിടെ പ്ലേസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു നോർമൽ ബഡ്ജറ്റ് ആണെങ്കിൽ നമുക്കൊരു നോർമൽ സ്റ്റെയർ കേസ് വെക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഫാഷൻ വെക്കുമ്പോഴേക്കും കുറച്ചും കൂടെ അത് പ്രീമിയം ബഡ്ജറ്റായി മാറും. അത് നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ച് വെക്കും. ഞാൻ കുറച്ച് മോഡലുകൾ ഷെയർ ചെയ്ത് തരാം, എന്നിട്ട് നമുക്ക് ശരി നോക്കാം. ഓക്കെ. ഓക്കെ, ഇത് ഈ ഫർണിച്ചേഴ്സും ഇത് പ്രീമിയം ഇതാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഒരു ജസ്റ്റ് ഒരു ഇതാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഫർണിച്ചേഴ്സ് അല്ല ഒക്കെ ഗ്രൗണ്ടില് കുഴപ്പമൊന്നുമില്ലാത്തൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓക്കെ. സംഭവം അപ്പൊ അത്രേ ഉള്ളൂ. സീലിംഗ് ഫാന്, സീലിംഗ് ലൈറ്റ്സ്, ഹാങ്ങിങ് ലൈറ്റ്സ് എല്ലാം ഉൾപ്പെടുത്താം അല്ലേ? ആ സീലിംഗിൽ നമ്മൾ ജിപ്സം ചെയ്യേണ്ടി വരും എന്തായാലും. ഓക്കെ ഓക്കെ, അത് ചെയ്യാം. ഓക്കെ, അപ്പൊ സീലിംഗ് ഒക്കെ ആക്കി കുറച്ചും കൂടെ ഒരു ഹൈ ആയിരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യേണ്ടത് അല്ലേ? മറ്റേ എന്തെങ്കിലും മുകളിൽ പിന്നെ അത്ര മുകളിൽ സാധനം അത്ര ഉദ്ദേശിക്കണം. ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ. ഈ ലിവിങ്, ഡൈനിങ് എന്തെങ്കിലും മറ്റേ റെഫറൻസ് എന്തെങ്കിലും കൈവശം ഉണ്ടോ? കളറ് അങ്ങനെ ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ കുറച്ച് റെഫറൻസുകൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, ഒന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ കുറച്ച് റെഫറൻസുകൾ കാണിച്ചു തരാം. ഇതൊക്കെ കുറച്ച് പ്രീമിയം ആണ് ഇതൊക്കെ വരുന്നത്. കുറച്ച് പ്രീമിയം വരും. ഇതൊരു നോർമൽ ഒരു ഇതാണ് വരുന്നത്. പിന്നെ ഇതും ഒരു ജസ്റ്റ് നോർമൽ ആണ് വരുന്നത്. പിന്നെ ഇതും കുറച്ച് പ്രീമിയം വരും. ഈ ഒരു വുഡ് ഇതൊക്കെ വരുമ്പോഴേക്കും ഇതും കുറച്ച് പ്രീമിയം ആണ്. പിന്നെ ഈ ഒരു പാറ്റേൺ, പിന്നെ ഇത് ഇങ്ങനത്തെ ഈ ഫോട്ടോസ് നിങ്ങൾ ചെയ്തതിന്റെ ഫോട്ടോസ് എനിക്ക് വിട്ടുതന്നിട്ടുണ്ട്. അതിലുള്ള ഫോട്ടോസ് അല്ലേ ഇത്? അതിൽ കൂടാതെ വേറെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസ് ആണിത്. നമ്മൾ കുറെ ചെയ്ത വർക്കുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കളർ ഫോട്ടോസ്. കോമ്പിനേഷൻ ഉഷാറാക്കിയിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ അവിടുന്ന് പറയുന്ന പോലെയാണ് നമ്മൾ കളർസ് ആഡ് ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയാണ് ഇത് എടുത്തത്. നമുക്ക് ഈ ഒരു പാറ്റേൺ ആയാലോ? ഇതില് ഹാങ്ങിങ് ലൈറ്റ്സ്, പിന്നെ ഇതില് ഫർണിച്ചേഴ്സ് ഒക്കെ കുറച്ച് ഈ ഒരു പോർഷൻ, ഈ ഒരു ഇത്, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു ഇതായ ടൈപ്പ് ആയിരിക്കും. അതിനുള്ള സ്പേസ് കിട്ടില്ല, അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ നമ്മളെ സ്പേസിനനുസരിച്ചിട്ടേ ഓക്കെ, സ്പേസിനനുസരിച്ച് നമുക്ക് ഒരു മീഡിയം ഫർണിച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഓക്കെ, അപ്പൊ എല്ലാത്തിലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഒരു മീഡിയം അല്ലാത്ത രീതിയിൽ, ഉയർന്നു നിൽക്കുന്ന രീതിയിൽ ഒരു ഫർണിച്ചേഴ്സും എല്ലാം, സീലിംഗ് ഉൾപ്പെടെ എല്ലാം ആഡ് ചെയ്ത് നമുക്ക് സ്ട്രക്ചറിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. ബഡ്ജറ്റിനോട് ചേരുന്നതാണോ എന്ന് നോക്കിയിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മളെ ടോയ്ലറ്റ് പോകുന്ന റൂമേ, ടോയ്ലറ്റിലേക്ക് പോകുന്നത് ശരിക്കും എന്താന്ന് അറിയരുത്. ടോയ്ലറ്റിലേക്ക് പോകുന്നത് നമ്മളെ ടോയ്ലറ്റ് ആണെന്ന് അറിയരുത്. ടോയ്ലറ്റിലേക്കാണ് പോകുന്നതെന്ന് അറിയരുത്. പാനലിംഗ് നമ്മൾ ചെയ്യുമ്പോഴേ അങ്ങനെ ഓക്കെ, അത് കുഴപ്പമില്ല. അത് നമുക്ക് അത് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ചെയ്യാം. ജസ്റ്റ് ടോയ്ലറ്റ് ആണെന്ന് അറിയാത്തൊരു നമുക്കറിയുള്ളൂ. ഓക്കെ, പുറത്തുനിന്ന് വരുന്നവർക്ക് അത് അറിയാത്ത രീതിയിൽ. ഓക്കെ. പിന്നെ കിച്ചണിലേക്ക്, ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു കട്ടിങ് കണ്ടോ? ആ കട്ടിങ് ഒരു ജസ്റ്റ് ഒരു 3 അടി ഹൈറ്റിൽ വെച്ചിട്ട് ബാക്കി ബർഗോള ചെയ്താൽ പോരെ? ഓക്കെ, അത് കുറച്ചും കൂടെ നന്നായിരിക്കും. നമുക്ക് അത് വെച്ചൊരു സ്ട്രക്ചർ നമുക്ക് ചെയ്യാം. അത് സ്ട്രക്ചറിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാം. ബർഗോള വെച്ച് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാം. ബാക്കിയെല്ലാം നമ്മൾ നോർമൽ ഫർണിച്ചേഴ്സ് വെച്ച് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും മാറ്റണമെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ട് ലെങ്ത് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് നമുക്ക് എക്സ്റ്റീരിയർ ആണ് അതിൽ വരുന്നുള്ളൂ. നമുക്ക് എക്സ്റ്റീരിയർ ചെയ്യുമ്പോഴേക്കും അങ്ങനെ ചെയ്യാം.
സ്റ്റെപ്പ് വരുന്നത് പുറത്തേക്ക് ചാടിച്ചിട്ട്. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. അത് നമുക്ക് എക്സ്റ്റീരിയൽ ഈ വരുമ്പോഴേക്കും നമുക്ക് കട്ടിങ് ഉണ്ടോ? ബെഡ്റൂമിലെ കട്ടിങ് ഉണ്ടോ? ആ മൗസ് ഒക്കെ ബെഡ്റൂമിലെ ബെഡ്റൂമിന്റെ സ്ട്രക്ചർ മറ്റേ റൂം കണ്ടോ ചാടിയിട്ടിരിക്കുന്നു? ആ ഇങ്ങോട്ട് 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 ആ പുറത്തേക്ക് പുറത്തേക്ക് ഇവിടെ ഇങ്ങോട്ട് ഗ്രൗണ്ട് ഫ്ലോർ ആണോ 400 ഫസ്റ്റ് ഫ്ലോർ ആണോ? 480 ഗ്രൗണ്ട് ഗ്രൗണ്ട് ആ ഇതല്ലേ? ഇവിടെ ഉണ്ട്. ആ ഇവിടെ കണ്ടോ ചാടിയിട്ട് എടുക്കുന്നു? മൗസ് ഇങ്ങോട്ട് ലാസ്റ്റ് ഈ കോർണറിൽ, ഈ ബെഡ്റൂമിന്റെ കോർണറിൽ പുറത്തേക്ക് വരും, പുറത്തേക്ക് വരും. ഈ പ്ലാൻ എഴുതിയതിന്റെ എന്നിന്റെ നേരെ ഭാഗം. ആ നേരെ ആ കോർണർ ഉണ്ടോ ബെഡ്റൂമിന്റെ? ആ യെസ്, ആ കോർണർ ഉണ്ടോ? ആ ആ ലെവലില് നമ്മൾ സ്റ്റെപ്പ് അങ്ങോട്ട് വന്നാൽ മതി പുറത്തേക്ക്. പുറത്തേക്ക്. മനസ്സിലായില്ല? നമ്മളിപ്പോ സ്റ്റെപ്പിന്റെ ഒരു 3 വര ഉണ്ടോ ആ സിറ്റ് ഔട്ടിൽ നിന്ന് കയറുന്ന സ്റ്റെപ്പ്, അത് നേരെ തിരിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും? നേരെ തിരിച്ചിട്ട്. അതായത് പുറത്തുനിന്ന് ഡയറക്റ്റ് കയറുന്നത്. ഓ അങ്ങനെ ആ രീതിയില്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് സിറ്റ് ഔട്ട് കിടക്കുന്നത് വീതി കുറവും നീളാണ്. ആ ഓക്കെ, അപ്പൊ ആ നീളത്തിലാണ് നമുക്ക് സ്റ്റെപ്പ് വേണ്ടത്. ഓക്കെ, നീളത്തിലാണ് നമുക്ക് സ്റ്റെപ്പ് വേണ്ടത്. ഈ സിറ്റ് ഔട്ടിന്റെ ഇത് വരുന്നത് നമുക്ക് എക്സ്റ്റീരിയലാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഇന്ത്യയിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ബെഡ്റൂമിന്റെ ഈ ഒരു ഇത് പറഞ്ഞത് നമുക്ക് നോക്കാം. സ്ട്രക്ചർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അത് ആ രീതിയിൽ ചെയ്തിട്ട് സ്ട്രക്ചർ കാണിച്ചു തരുമ്പോഴേക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിലെന്തെങ്കിലും ഫസ്റ്റ് ഫ്ലോറിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഫസ്റ്റ് ഫ്ലോറിൽ സാധാ അത്ര ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു സ്ട്രക്ചർ ചെയ്യാം. എന്നിട്ട് സ്ട്രക്ചർ ചെയ്ത് നമുക്ക് ഒരു അടുത്ത മീറ്റിംഗിൽ നമ്മൾ സ്ട്രക്ചർ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ച് ചെയ്യാം. അടുത്തൊരു മീറ്റിംഗിന് ടൈം ഞാൻ ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.